സോ ഹലോ ഗൈസ് വാട്സപ്പ് ഞാൻ സ്വന്തം മഞ്ജൂസ് ഗെയിം കണ്ടുപിടിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് മിനി വേൾഡിലാണ്. ഏത് കൂട്ടുകാരന്മാർ ചാനൽ സഭയത്തിൻ്റെ സഭയുക ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ മിനി വേൾഡിൽ 97 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇന്ന് നമ്മൾ ഫുഡ് നമുക്ക് നല്ല കുറവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഫാർം ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. എന്താണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ ഫുഡ് ഫാർം ഉണ്ടാക്കാനുള്ള അതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ എടുക്കണം. നമ്മുടെ കയ്യിലത്തെ സാധനങ്ങൾ അതേപടി നമുക്ക് കളയും വേണം. അങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ളത് ബാക്കിയിട്ട് കൂടാതെ മൊത്തം ഇപ്പോൾ ബാക്കിയെടുക്കുന്ന എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഗൈസ്. ക്യാരറ്റ് ഞാൻ ഇത്ര കാണുന്നുള്ളൂ, എൻ്റെ കണ്ണിൽ ഇത്ര പിടിക്കുന്നുള്ളൂ ഗൈസ്. ക്യാരറ്റ് ഞാൻ വേറെ എവിടെയും കൊണ്ട് കളഞ്ഞു. ഇത്ര ക്യാരറ്റ് വെച്ച് എപ്പം ഞാൻ ഫുഡ് ഫാർം ഉണ്ടാക്കി കഴിയാന്? ഫുഡ് എപ്പം എനിക്ക് കിട്ടാൻ തുടങ്ങാൻ? ഈ 9 ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് 2 ആടിനെ തല്ലിക്കൊല്ലണം ആദ്യം തന്നെ. ഇവൻ കാരണമാട്ടോ കേസ് ഞാൻ ഹാർഡ് കോർ ചത്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാ. നീ കാരണം ഞാൻ എൻ്റെ ഹാർഡ് കോർ നല്ലൊരു ഹാർഡ് കോർ നീ നശിപ്പിച്ചു. ഓക്കെ, അവൻ പോയി. ഒരാശ്വാസം, എന്തൊരു മനസ്സ്. യമാ ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ കാര്യത്തിരിക്കുക. ഇനി നമ്മൾ ഓക്കെ ഗൈസ്, നമ്മളിവിടെ ക്യാരറ്റ് നട്ട് വെച്ചായിരുന്നു ഗൈസ്. വെറുതെ അല്ല, ഞാൻ ക്യാരറ്റ് തപ്പി നടക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഓർത്ത് നമ്മൾ പേടിക്കേണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എനിക്കൊരു ഊളിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് 2 ഊള് പിടിക്കണ്ടായി. ഇങ്ങോട്ടോ ഓടുന്നത്? ഇതല്ലേ ഇവിടെ ഊള്. ഞാൻ എല്ലാത്തിനും സെറ്റാക്കി വെച്ചേക്കാം. എന്നിട്ട് ഞാൻ അതും തപ്പി നടക്കുന്ന അവസ്ഥ. ഞാൻ ഹാർഡ് കോർ കളിക്കുന്ന അവസ്ഥയിലും അവസ്ഥയിൽ ഹാർഡ് കോറിൽ നമ്മൾ ബ്രീഡിംഗ് ഫാം ഓഫ് ക്യാമറയിലായിരിക്കും ചെയ്യുന്നത്. അത് ചെയ്തിട്ടായിരിക്കും ഇനി ഹാർഡ് കോർ എപ്പിസോഡ് നമ്മളിടും. നാളെ മറ്റന്നാളോ ആകുമ്പോഴും ഹാർഡ് കോർ എപ്പിസോഡ് നമ്മൾ ഇടാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെ നമ്മൾ പയ്യെ പോകണോ അതോ സ്പീഡിൽ പോകണോ ഹാർഡ് കോറിലൊന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിൽ ഇത്തിരി വലിയ കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. നിങ്ങളുടെ കമൻറ്റ് കാരണം ഒരു ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണെങ്കിൽ നോക്കുക. ഇത്ര ഞാൻ പറയുള്ളൂ ഗൈസ്. ഇതിപ്പോൾ എന്താ ചെയ്യുക? അല്ല ആയോടെ ഇവനൊരു കളർ കൊടുക്കണമല്ലോ. ഓക്കെ, അത് ചുറ്റില്ല. ഒരു റെഡ് പൂവും കൂടെ ഒപ്പിക്കണം ഗൈസ്. പോപ്പി നമ്മുടെ കയ്യിൽ ഇഷ്ടം മാതിരി ഉണ്ടാവും. എവിടുന്നെങ്കിലൊക്കെ നമുക്ക് കിട്ടും. അത് നമുക്ക് വിഷയമില്ലാത്ത കേസാണ്. ആരെങ്കിലും വരുന്നുണ്ടോ? പറ്റിച്ചേ. ഓക്കെ, ഇനി നമുക്ക് പൂപ്പി ഉണ്ടാക്കാൻ പോകും. പൂപ്പി ഇതൊക്കെ അവിടെ ഒരു പൂപ്പി ഇരിപ്പുണ്ട്. ഓക്കെ, ഇങ്ങനെ അതും സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഇതെടുത്തിട്ട് ഇവിടെ വെക്കുക, എന്നിട്ട് വീണ്ടും കളയുക, എന്നിട്ട് ഇവനെ എടുക്കുക, എന്നിട്ട് ഇവനെ എടുത്തിട്ട് വീണ്ടും ഇതിനകത്തേക്ക് വെക്കുക, എന്നിട്ട് ഇവനെ എടുത്തിട്ട് വീണ്ടും വെക്കുക. അപ്പോൾ നമുക്ക് പൂപ്പിയിട്ട് യെസ് ഗൈസ്. എൻ്റെയൊക്കെ ബുദ്ധി വിമാനം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ അതേപോലെ ഇവിടുത്തെ ഒരു വില്ലേജൊക്കെ നമ്മൾ പൊളിക്കാൻ നിൽക്കുക കേട്ടോ. നമ്മൾ ഇതൊക്കെ പൊളിച്ച് ഇവിടെ വേറെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നൈസ്. ഓക്കെ, അപ്പോൾ 2 ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ 6 മിനിറ്റ് ആയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഒരു സ്ഥലം കണ്ടെത്തണം. അപ്പോൾ ഞാൻ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ തരും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ 4x4 ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക. 4x4 ഇതുകൊണ്ട് 1 2 3 4 1 2 3 4 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 4x4 സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വാട്ടർ ലോഗ് ആവാൻ വേണ്ടി ഒരു സ്ലാബും വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ചുറ്റും 2 ബ്ലോക്ക് ഹൈറ്റിൽ ഫുള്ള് സെറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. എന്നുവെച്ചാൽ 1 2 ഇങ്ങനെ 2 2 2 ആയിട്ട് ചുറ്റും സെറ്റ് ചെയ്യാൻ പോട്ടെ.
ഓക്കെ ഗൈസ്, അങ്ങനെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ പൊക്കത്ത് സൈഡിൽ വേണമെങ്കിൽ സ്ലാബ് വെക്കാം. അപ്പം ഞാനിത് ഒരു ഹൈറ്റിലും കൂടെ പൊക്കിയിട്ട് റൂഫ് ഉണ്ടാക്കാൻ കരുതി. കാരണം വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ആൻഡ് റോൾഡ് റോൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണം. റൈറ്റ് ആൻഡ് റോള് അതുണ്ടാക്കി അങ്ങനെ തന്നെയല്ല പറയുക, റോഡ് എന്നാണോ ഇനി ആ സാധനം ഉണ്ടാക്കണം. ആ സാധനം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ഇടിവെട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള സാധനമുണ്ട്, കോപ്പർ മാത്രം മതി. എന്നാലും ഞാൻ വിചാരിച്ച് അങ്ങ് റൂഫ് അങ്ങ് ഉണ്ടാക്കി വൃത്തിയിൽ അങ്ങോട്ടേക്കാൻ കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ അങ്ങ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ റൂഫ് മൊത്തം സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റർ ഏതാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇവിടെ അങ്ങ് വെട്ടുകയാണ്. കറക്റ്റ് സെൻറ്റർ ഗൈസ്, ഇതാണ് നമ്മൾ, അത്രേ ഉള്ളൂ നമ്മൾ. ഓക്കെ, അപ്പോൾ ഇത് സ്ലാബുകളൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന സ്ലാബ് ഒന്ന് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അതും എടുത്തിട്ടുണ്ട്. നൈസ്. അപ്പോൾ ഇനി അതിന് ശേഷം ഒരു കമ്പോസ്റ്റർ എടുക്കുക. എനിക്ക് വേറൊരു ജോബും കൂടെ എടുക്കേണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ഓർത്തില്ല, വേറെ ജോബും കൂടെ എടുക്കുന്നതിൻ്റെ കാര്യം ഓർത്തില്ല. വേറൊരു ജോബും കൂടെ വേണം കേട്ടോ ഗൈസ്. അപ്പോൾ വേറൊരു ജോബ്, ഓക്കെ, വേറൊരു ജോബും കൂടെ വേണം. ആ ജോബിനായിട്ടുള്ള സംഭവം ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എടുക്കണടേ, ഈ ആവശ്യം വരുമ്പോൾ ഒന്നും ഞാൻ താവില്ല എന്ന് പറയുന്നത് ശരി കേട്ടോ. ഓക്കെ, അതുമായി. ഓക്കെ, ഇനി ഇതിൻ്റെ പൊക്കത്ത് ഒന്നും കൂടെ കയറണം ഗൈസ്. എന്നിട്ട് ലാമ്പ് വെക്കാനുള്ള പ്ലാനാട്ടോ. സോ ഗൈസ്, അതും ചെയ്തിട്ടുണ്ട്, ലാമ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഇനി വേണമെങ്കിൽ ഇച്ചിരി ഡെക്കറേഷനായിട്ട് ഇതിന് ഗ്ലാസ് ഒക്കെ ഇടാം, അത് ഞാൻ പിന്നെ ഇട്ടോ. ഇതിനകത്ത് ഒരു വില്ലേജറിനെ ഇടണം. ഓക്കെ, വില്ലേജറിനെ ഇടുന്നതിന് മുമ്പ് അവനുള്ള ബെഡ് അങ്ങ് വെച്ച് കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെയായിട്ട് ഒരാൾക്കുള്ള ബെഡ് വെച്ച് കൊടുത്തേക്കാം. മറ്റൊരാൾക്കുള്ള ബെഡ് ഈ ഡേറ്റ് കളഞ്ഞേക്ക്, ഇനി ഡേറ്റിൻ്റെ ആവശ്യമില്ല. മറ്റൊരാൾക്കുള്ള ബെഡ് ഇതാണ്ട് ഇവിടെ ആയിട്ടും വെച്ചേക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഞാൻ അവരെ ഇടുന്ന കാണിക്കുന്നില്ല കേട്ടോ. അവരെ ഇടല് ഞാൻ ഓഫ് ക്യാമറ ഇട്ടോളാം. ഇവിടെ 2 ബ്ലോക്ക് വെച്ചിട്ട് താഴോട്ട് 3ആയിട്ട് ഡിഗ് ചെയ്യുക. ഓക്കെ, ഡിഗ് ചെയ്തു. ഇനി അതിന് ശേഷം നമ്മുടെ 2 ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റിംഗ് പോലെ ചെസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. 2 ചെസ്റ്റ് എടുത്തിട്ട് ഒന്നിവിടെയും വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോപ്പർ എടുത്തിട്ട് ചെസ്റ്റിലേക്ക് ഒട്ടിക്കുക. ചെസ്റ്റിലേക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് 2 സ്ലാബ് എടുക്കുക. 2 സ്ലാബ് എടുത്തിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ മൂടുക. ഓക്കെ, താൽക്കാലികമല്ല, മൂടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെയിലെടുത്തിട്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോയി റെയിലെടുക്കുക. റെയിലെടുത്തിട്ട് 2 റെയിൽ ഇവിടെ വെക്കുക. ഓക്കെ, പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈൻകാർട്ട് വിത്ത് ഹോപ്പർ ഇവിടെ വെക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്നി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. നമ്മൾ ടാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ 2 ടാപ്പ് ഡോറിൻ്റെ ആവശ്യമുണ്ട്. 2 ടാപ്പ് ഡോർ എടുക്കുക. ഡിഗ് ചെയ്തിട്ട് പയ്യെ ദാണ്ട ഇവിടെ ആയിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് അതും വെച്ചിട്ട് ഈ ബ്ലോക്ക് നമുക്ക് കളയണം കേട്ടോ. ഈ ബ്ലോക്ക് കളയാം. ഓക്കെ, ബ്ലോക്ക് കളഞ്ഞിട്ട് ഇവിടെ ഇവിടെ ആയിട്ട് ഒരെണ്ണം കൂടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ലാബ് വെച്ചിട്ട് ഇത് അങ്ങ് സ്ലാബ് വെക്കാൻ പറ്റില്ലേ? വെക്കാൻ പറ്റണ്ടാണല്ലോ. അവിടെ സ്ലാബ് വെക്കുന്നതാണ് എൻ്റെ അറിവിൽ. ഓക്കെ, അതൊരു ഫുൾ ബ്ലോക്ക് ആയിട്ടായിരിക്കും ഗൈസ് കാണുന്നത്. ഓക്കെ, നോ പ്രോബ്ലം. വഴിയില്ലല്ലോ, ഫുൾ ബ്ലോക്ക് ആവാൻ വഴിയില്ലല്ലോ. സ്ലാബ് എന്തെങ്കിലോട്ടെ, അത് അങ്ങനെ വെക്കുക. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം ഇവനങ്ങ് പൊട്ടിച്ചളഞ്ഞേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വില്ലേജറിന് വേണ്ടിയുള്ളൊരു ചെറിയൊരു സെറ്റപ്പ്, അവനെ ലോക്ക് ചെയ്തിടാനുള്ളൊരു സെറ്റപ്പ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇതിനകത്ത് എന്നിട്ട് 2 എണ്ണത്തിലും വില്ലേജറിനെ കൊണ്ടുവരണം, ഇതിനകത്തും വില്ലേജറിനെ കൊണ്ടുവരണം. ഞാൻ വില്ലേജറിനെ ഇട്ടിട്ട് വരാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇച്ചിരി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ പറ്റിയ ബഗ്ഗാന്ന് തോന്നുന്നു ടൈസ്. ബഗ്ഗാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അതുകൊണ്ട് അവിടെ നമ്മുടെ കമ്പോസ്റ്ററും കാണുന്നില്ല. അവിടെ അവൻ്റെ തലയിൽ മുടിയില്ല. എന്തോ ഒരു ബഗ്ഗായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഓക്കെ, അപ്പോൾ അത് ഇച്ചിരിയും റെഡി ആയിരിക്കും ഗൈസ്. ബെഡ് റോക്ക് എഡീഷൻ അല്ലേ? ഓക്കെ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവനെ നമ്മൾ ഒരു ജോബ് കൊടുത്തിട്ട് ഇവന് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 ടൈം എമറാൾഡ് നമ്മളുണ്ട്. സ്റ്റിക്ക് കൊടുത്താൽ മതിയല്ലോ ഇവന്. അപ്പോൾ അത് എളുപ്പ പരിപാടി. നമ്മളിവിടെ മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും ആവാറായിട്ടില്ല. ഇത് എന്താ പറയുക, ഇതുണ്ടോ കാലിപ്പട്ടിയാണ്. ഇത് ഇനി കുറേ നേരം നിൽക്കണം. എൻ്റെ കയ്യിലാണ് ഫുഡും ഇല്ല. കുറച്ച് നേരം നിന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണെങ്കിൽ ഇവിടെ കുറച്ച് നേരം AFK നിൽക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതായത് എല്ലാവർക്കും ബൈ.